ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കുന്ന ഗെയിം മൈൻക്രാഫ്റ്റാണ്. മൈൻക്രാഫ്റ്റിനകത്ത് എന്താണ് ചെയ്യുന്നത്? ലെറ്റ്സ് പ്ലേ വീഡിയോ ആണ് ഗൈസ്. ഇത് ലെറ്റ്സ് പ്ലേ സീസൺ 1 എപ്പിസോഡ് 1 ഫസ്റ്റ് എപ്പിസോഡാണ് ഗൈസ്. നമ്മുടെ ആദ്യത്തെ ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഗോള് നമ്മളൊരു വില്ലേജ് കണ്ടുപിടിക്കണം. ഈ സ്പോട്ട്. സെക്കൻഡ് ഗോള് നമ്മൾ ഈ സ്പോട്ടൊക്കെ ഒന്ന് ഈ പ്ലേസൊക്കെ ഒന്ന് എന്തൊക്കെ ഉണ്ടെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റത്തെ ഗോള് നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡത്തെ ഗോള്. അപ്പോൾ നമ്മൾ ഈ ഗോളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പോണ്. അപ്പോൾ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് തന്നെ ഒരു വില്ലേജ് കണ്ടുപിടിക്കണം. വില്ലേജ് ഗൈസ്, വേൾഡിൻ്റെ സൈഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഉറപ്പായിട്ട് പേരും. അടുത്ത വില്ലേജ് എന്തുവാ? ലാവ വില്ലേജ്. മറ്റേ അയാളുടെ പേരെന്തായിരുന്നു? എന്തോ ഒരു ഇതുണ്ടല്ലോ, ഒരു വീടുണ്ടല്ലോ ലാവയൊക്കെയുള്ള. ആ വീടുണ്ടെങ്കിൽ ആ വീട് 3-4 ഡയമണ്ട് ഉണ്ടെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ കുറച്ചും കൂടെ ഒപ്പായിരിക്കും ഈ വില്ലേജ്. അതെന്തുവാ ഗുണങ്ങളൊന്നുമില്ല, ഇരിക്കട്ടെ, പിന്നെ ഒക്കെ ഉപകാരപ്പെടുമായിരിക്കും. നമ്മളെന്തായാലും ഈ വഴിക്ക് ഇപ്പോഴൊന്നും പറ്റില്ല. ഈ കോർഡിനേറ്റ്സ് ഒന്നും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഓക്കെ. നമ്മൾ ഈ നാളിനെ കൊല്ലാതെ തന്നെ നമ്മൾ ബെഡ് ഉണ്ടാക്കാൻ പോകുന്നു. എവിടെ ഇത് ബെഡ്? ബെഡില്ല, മാങ്ങത്തൊലിയില്ല. എന്തൊരു വില്ലേജ് ഇത്! ചാട്. കൊള്ളാം, നല്ല പ്ലെയർ. ചാട്. ഇതിപ്പോഴൊന്നും ആകൂല. ചാട്. ചേടാ ഇതൊന്നും അത്ര ഞാനെന്തോ പറയാമെന്നാണ് മറന്നുപോയി. ഓർമ്മയിലെ വെച്ച് കളിക്കുന്നത്. മറ്റേ രക്ഷപ്പെടില്ലേ ചോദ്യം ചോദിക്കുമ്പോൾ അതുപോലെ. നമ്മൾ ബെഡ് ഇട്ടിട്ടുണ്ട്. ബെഡിനെ എത്തി നമ്മളൊന്നും ചെയ്യാതെ ബെഡ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ അയങ്കോളം മണ്ണൻ. അയങ്കോളത്തെ നോക്കാം ഇനിയിപ്പോൾ. അതേണ്ടിയിരിക്കുന്നു. നോട്ടം വെക്കണ്ട, ആവശ്യം വരുമ്പോൾ മാത്രം നോട്ടം വെക്കുക. വീഡിയോയ്ക്ക് ലാഗോ എൻ്റെ വോയിസ് പ്രശ്നമുണ്ടെങ്കിൽ ഇത് വിളിച്ചിട്ടല്ലേ പിന്നെ എടുത്താൽ പോരെ. എല്ലാം എടുത്തിട്ടുണ്ട്. എൻ്റെ ഷൂ എല്ലാം എടുത്തിട്ടുണ്ട്. ഷൂ ഇല്ല, സോറി, ലെഗിൻസ്. ഹെൽമെറ്റ് കൂടെ ഉണ്ടാക്കാനുള്ള അതിന് മറ്റേ ആളാണ് കിട്ടിയാണ്. ഇതിവിടെ ഒരു ബ്ലോക്ക് കിട്ടിയാണ്. സംഭവം ഉണ്ടായിരുന്നു. അയ്യോ, അതായത് അവിടെ ഈ സെറ്റിങ്സ് ഒന്നും പഠിക്കണം ഗൈസ്. ഇതൊന്നും ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തതാണ്. ഓക്കെ, ആദ്യം ക്രാഫ്റ്റിംഗ് ടേബിൾ. എനിക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ബെഡ് കിട്ടിയില്ലേ, വില്ലേജിലും കിട്ടി. അപ്പോൾ ഫസ്റ്റ് ഗോൾ കംപ്ലീറ്റ്. പിന്നെ നമ്മുടെ സെക്കൻഡ് ഗോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്ലേസ്, നല്ല ഫ്ലാറ്റ് അല്ലേ. ഞാൻ ജനറേറ്റ് ചെയ്ത ഇത് തന്നെ ജനറേറ്റ് ആയ വേൾഡാണ്. ഞാൻ കണ്ടുപിടിച്ച് ജനറേറ്റ് ചെയ്തൊന്നുമല്ല. സോ ഞാൻ നോക്കൂ, ഇവിടെ നല്ല ഇതാണ് നമ്മുടെ സാമ്രാജ്യം. ഓക്കെ, ഇത് നല്ല പ്ലേസാണ്. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ലേ. ഇവിടെ ഒരു നല്ല പ്ലേസാണ്. പിന്നെന്തുവാ, കൊണ്ട് എന്നെ ജസ്റ്റ് പോയി നോക്കിയതാ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഗോൾ വില്ലേജ് കണ്ടുപിടിച്ച്. സെക്കൻഡ് ഗോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തുവാ പയൺ സോഡുണ്ട്. ഈ ടൂൾസിലോട്ടൊന്ന് പോകാം. വിശക്കാനും തുടങ്ങി. ഇതൊന്നര വിശക്കാണല്ലോ. തടി ഇടിച്ച് പൊട്ടില്ല.
നമ്മുടെ ശക്തി അറിയത്തില്ല. തടിയൊക്കെ ഇടിച്ചാൽ പൊട്ടിക്കുന്നത്. ഇങ്ങനത്തെ ശക്തിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തടിയൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്ന ഓക്കെ ഗൈസ്. അങ്ങനെ നമ്മൾ 5 തടി വെട്ടിയെടുത്തിട്ടുണ്ട്. തീവണ്ണം ആക്കിയിട്ടുമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇനി വേണ്ടത് ഒരു വുഡൻ ആക്സാണ്, അല്ല പിക്ക് ആക്സാണ്. ഇതൊന്ന് പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിനി കല്ല് വെട്ടാം. ഐ മീൻ സ്റ്റോൺ പൊട്ടിക്കാം. അതെ, രണ്ടുപേരർത്ഥമല്ലേ. കല്ല് പൊട്ടിച്ച് എങ്ങനെ ഉള്ള ഇച്ചിരി മതി, ഒത്തിരി ഒന്നും വേണ്ട. അതെ, കോളൊക്കെ കിടക്കുന്ന സ്റ്റോൺ ഇത് വെച്ച് കോള് പൊട്ടിക്കുക. ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്, പക്ഷേ കോള് പൊട്ടിക്കായിരുന്നു. അപ്പോൾ ഗൈസ്, നിങ്ങൾ സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, പിന്നെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പിള്ളേർ കിട്ടും. അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ അടി നല്ല ഇതാണ്. പിന്നെ നിങ്ങൾ വലിയൊരു മൈൻക്രാഫ്റ്റ് പ്ലെയറൊക്കെ ആവും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ഇത് വേണം, പിന്നെ ഇത് വേണം. അറിയാണ്ട് പോലും അയണി ക്ലിക്ക് ചെയ്തത്. പിന്നെ ഇതിരിക്കട്ടെ, ഇതിവിടെ ആവശ്യമില്ലാത്തൊക്കെ ഇൻവെൻറ്ററിയുടെ പുറത്ത്. ഇത്രയും പോരെ. അതെ, ഈ വില്ലേജിൽ പോകണം. കാരണം വെച്ച് നമ്മുടെ സ്പോട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇപ്പോൾ നമ്മുടെ സ്പോട്ട് നമ്മുടെ സ്റ്റോൺ വെച്ച് മാർക്ക് ചെയ്യാം. അയ്യോ, സ്റ്റോൺ വരെ കോളെടുത്ത് കോളൊക്കെ എടുക്കുന്നത് എന്താ ദൈവമേ. 1 2 4 5 ഇത്ര മതി. സന്ധ്യയാകുന്നു. നൈസല്ലേ വില്ലേജ് കാണാൻ, മറ്റേ മലയൊക്കെ. ഇനി ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് മേലോട്ട്. വില്ലേജ് ഫുൾ എക്സ്പ്ലോർ ചെയ്തില്ല. വില്ലേജ് എക്സ്പ്ലോർ ചെയ്യുക. അയ്യോ വിശക്കുന്നു. അതെ, ഗ്രാവൽ അല്ല അത് പറയുന്നു. അതായത് ഫസ്റ്റ് നൈറ്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് നൈറ്റും കൂടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കി ഗ്രാവൽ. ഇതിൻ്റെ പേരെന്തായിരുന്നു? മീറ്റൊക്കെ പിടിക്കുന്നു. ഹേവിയിലാണ്. ഹേവിയിൽ മൊത്തം ഇവിടെ നിന്ന് എടുക്കാം. ഹേവിയിലെ വാ. അടുത്ത എപ്പിസോഡിലായിരിക്കും നമ്മൾ വീട് ഉണ്ടാക്കാൻ പോണത്. ഈ എപ്പിസോഡിൽ വീട് ഹെവിയിലിട്ടുണ്ട്. ഇങ്ങനെ നടക്കുന്ന അത്ര ശരിയല്ല. അടച്ചിട്ടേക്കാം. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? നമുക്ക് ആവശ്യം വരും. അമ്മമാർ 2 ദിവസം പണിയില്ല, അതുകൊണ്ടാണ് അടച്ചിട്ടത്. ഇത് ഞാനിങ്ങനെ ആരും അതിനൊന്നും വെക്കത്തില്ല. പിന്നെ ഒരു ബെഡ്. അപ്പോൾ വില്ലേജ് ബ്രെഡ് ഉണ്ട്. എന്തെങ്കിലും വെറും ബുക്കാ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. മഞ്ഞ കളർ ബുക്കിനെന്താ മഞ്ഞ കളർ? കുറച്ച് ആപ്പ ഇരിപ്പുണ്ടല്ലോ, എടുക്കാം. ആപ്പ് കിട്ടി, എടുത്ത് അപ്പം നമ്മൾ ആപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തിന്നാൽ മതി പോയി. എനിക്ക് സോഡ് അതിൻ്റെ പേര് പറഞ്ഞത് സോഡ് ഉപയോഗിക്കാൻ തോന്നുന്നില്ല. നമ്മളിനി ആർമറൊക്കെ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് നമ്മൾ എന്തായാലും ഫസ്റ്റ് കൂടെ കംപ്ലീറ്റ് ആക്കിയില്ലേ. ഇതൊക്കെ മതി, അപ്പിൽ നിന്ന് ഇരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓരോ വീടുകൾ തിണ്ടാൻ പോവുകയാണ്. കിട്ടിക്കഴിഞ്ഞ് അപ്പം നമുക്ക് കാണാം. ഓക്കെ, ബൈ ഗൈസ്. നമ്മൾ അങ്ങനെ ഒരു വീട് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ട്, എന്നിട്ട് ഇറങ്ങിയതാണ്. എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടുന്ന് പൊട്ടാറ്റയും മറ്റേ ബ്രെഡും കിട്ടിയിട്ടുണ്ട്. ഇനി
ഇത് സ്പെഷ്യലായിട്ടൊന്നുമില്ല ഗൈസ്. അടുത്ത എപ്പിസോഡിൽ ഇതൊന്ന് മാറ്റിക്കോട്ടെ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ തല്ലി പൊളിച്ചാനെ. ഇതെൻ്റെ ആവശ്യം എനിക്കില്ല. ബീട്രൂട്ട് എനിക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ തിരിച്ച് വീട്ടിപ്പോൾ വില്ലേജിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്കൊന്ന് കുതിരയെ കൂടെ ടൈം വേണം. അതിനെന്ത് വേണം? അതൊന്നും ഇപ്പോൾ വേണ്ട. നമ്മുടെ വീട്ടിലിരിക്കേണ്ട സ്ഥലം നമുക്കിപ്പോൾ വീട്ടിലോട്ടല്ല പോകേണ്ടത്. നമുക്കിപ്പോൾ ഇത് ചുറ്റി കാണാം. നമ്മളൊരു ലാവ കണ്ടുപിടിച്ചു, ഒരു ചെറിയ കേവ് കണ്ടുപിടിച്ചു. ഇത് കേവ് ഈ ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. ഇറങ്ങിയിട്ട് നോക്കാം. നല്ല അടിയിലോട്ട് കുഴിഞ്ഞങ്ങ് പോവുക. ഇപ്പം അങ്ങോട്ട് പോകണ്ട, വടിയാവും. ഇനി ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ പോകത്തില്ല. ചീച്ചാണ് എന്തോ ഇനി എന്തോ ഇവിടെ മൊത്തം മലയാണല്ലോ. ഫ്ലാറ്റാണെന്ന് പറഞ്ഞ സ്ഥലം കുറച്ചുള്ളൂ. ഇനിയിപ്പോൾ ഇത് അവിടെ വില്ലേജ് രണ്ടും കുറച്ചിട്ടേക്കാണ്. അവിടെ കണ്ട ഗൈസ്, അവിടെ ഒരു സ്റ്റോൺ. ഓക്കെ, അവിടെ എൻ്റെ വീട്. ഇവിടെ മറ്റേ എന്താ പറയുക, സാൻഡ് അല്ലല്ലോ, മറ്റേ ബീച്ച്. അവിടെ നമുക്ക് മറ്റേ ഇതും കിട്ടും, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് മറന്നു കേട്ടോ. സാൻഡ് കിട്ടും. അതുപോലെ നാളെ ഗെയിമിൽ കയറി കിട്ടും. നാളേക്ക് ശേഷം ഗെയിമിൽ കയറിയതിൻ്റെ ഒരു പഴക്ക കിട്ടുന്നുണ്ട്. ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കും. അത്യാവശ്യം ഫ്ലാറ്റ് വേൾഡാണ്. നിങ്ങളുടെ കമൻറ്റും നിങ്ങളുടെ അഭിപ്രായം മാത്രം മതി എനിക്ക് ഇതിനകത്ത് എന്തൊക്കെ ഫുള്ള് ബിൽഡ് വീഡിയോസ് ഉണ്ട്. പിന്നെ നമുക്ക് കളിക്കറിയാത്തവർക്ക് ട്യൂട്ടോറിയൽ കൂടെയാണ്. ഞാൻ ഡിസ്പ്ലേ ഇടുന്ന പോലെ. പിന്നെ ഈ കാണുന്ന എല്ലാം എൻ്റെ മോഡ് പാക്കാണ്. എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ടൂൾസിൻ്റെ ഇത് കാണുന്നതായിരിക്കും, ഡ്യൂറബിലിറ്റി. ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ഇൻവെൻറ്ററിയുടെ സ്പേസും നമ്മുടെ എക്സ്പീഡ്, അതായത് ലെവലിൻ്റെ ഇത് കാണുന്നത്. ഇപ്പോൾ ലെവൽ എൻ്റെ ഇപ്പോൾ 7-2 ഏതെങ്കിലും ആയിട്ടുണ്ട്. പിന്നെ ഇനി 2 കൈകളുണ്ട്. 2 സോറി, അവിടെ എനിക്ക് ഇതിനെ കൊല്ലില്ല. എന്താ വയസ്സ് ഇങ്ങനെ കണ്ടോ? അതിൻ്റെ അകത്തോട് കയറി പോകുമ്പോൾ ഞാനെൻ്റെ ഒരു ക്രിയേറ്റ് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാ, ഇത് ആളുടെ അകത്തോട് കയറി പോകുന്നു. എന്നിട്ട് ചിന്തന മാത്രമല്ല, ഞാനിങ്ങനെ വില്ലേജൊക്കെ കുറേ ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിച്ചപ്പോഴും നല്ല ലാഭം ഉണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് തന്നെ ആർക്കും ടൂൾസായിട്ടുണ്ട്. ഒരു സോഡും പിന്നെ ഒരു തൊപ്പിയും ഒരു ഉടുപ്പും ഒരു പാൻറ്റുമായിട്ടുണ്ട്. ഇപ്പോൾ ഷൂ മാത്രമില്ല. ഇപ്പോൾ ഗൈസ് ചെറിയ വീഡിയോ ആണ്, വളരെ ചെറുതാണ്. ഞാൻ വിചാരിച്ചില്ല വല്ല വില്ലേജ് കണ്ടുപിടിക്കാൻ നല്ല പാടാന്ന് വിചാരിച്ച്. സ്പോൺ തന്നെ വില്ലേജായിരുന്നു. എന്ത് ചെയ്യാനാ, ഭാഗ്യവൻ. അപ്പോൾ ഗൈസ് വീഡിയോ ഇത്രേ ഉള്ളൂ. വളരെ ഷോർട്ട് വീഡിയോ ആണ്. പെട്ടെന്ന് കാണാൻ വേണ്ടി മാത്രം ഇത്രയും ചെറുതാക്കി വീടുന്നു ഞാൻ കാണിച്ചില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമൻറ്റിൽ പറയുക, പിന്നെ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസുമായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.